ബഹുമാന്യരെ, നിങ്ങളുടെവരുടെയും അനുവാദത്തോടുകൂടി ഒരു പുതിയ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നു. ഈ കഥയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഒഡീഷയ്ക്കൊരു പ്രേമകുടീരം. ഒറീസ എന്ന സംസ്ഥാനം ഒഡീഷ്യ എന്ന നാമകരണത്തിലേക്ക് മാറ്റപ്പെട്ട് ആ സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവം കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നു. ലോക മനസ്സാക്ഷി ഞെട്ടലോടെ കണ്ട ലോക മനസ്സാക്ഷി ഇന്ത്യയെ പരിഹസിച്ച ഒരു സംഭവം, അതിൻ്റെ കഥാപ്രസംഗാവിഷ്കാരം. തിളങ്ങുന്ന ഇന്ത്യയിൽ അദാനിമാരുടെയും അംബാനിമാരുടെയും യൂസഫ് അലിമാരുടെയും തിളങ്ങുന്ന ഇന്ത്യയല്ല ഇന്ത്യ എന്ന് ലോകമനസാക്ഷിക്ക് മുന്നിൽ കണ്ട ഒരു കുടുംബത്തിൻ്റെ ദീനതയുടെ നേർക്കാഴ്ചയുടെ ചിത്രം. സ്വാതന്ത്ര്യലബ്ധിക്കായി ജീവൻ കൊടുത്തവർ സ്വപ്നം കാണാത്ത ഇന്ത്യ. സ്വാതന്ത്ര്യലബ്ധിക്കായി ജീവൻ കൊടുത്തവർ സ്വപ്നം കാണാത്ത ഇന്ത്യ. പട്ടിണി മാറ്റാൻ പട്ടണം പണിയാൻ പടയണി കൂടി പടപൊരുതി പടയങ്ക് നേടിയ ഇന്ത്യ. ഇന്നിനി മാറ്റാൻ പട്ടണം പണിയാൻ പടയണി കൂടി പടപൊരുതി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ പദ്ധതി പലതും പാളിയപ്പോൾ സ്വർഗം പണിഞ്ഞവർ ഒരു കൂട്ടർ. പദ്ധതി പലതും പാളിയപ്പോൾ സ്വർഗം പണിഞ്ഞവർ ഒരു കൂട്ടർ. പദ്ധതി പലതും പാളിയപ്പോൾ ഒട്ടിയ വയറും കീറിയ എല്ലും ഉന്തിയ നാറ തുണികളുമായി അന്തിയുറങ്ങാൻ അന്തിച്ചന്തക കയറി ഇറങ്ങും ഒരു കൂട്ടർ. അന്തിയുറങ്ങാൻ അന്തിച്ചന്തക കയറി ഇറങ്ങും ഒരു കൂട്ടർ. ഇതാണ് ഭാരത ചിത്രം. ൽ ഒറീസ എന്ന സംസ്ഥാനം ഒഡീഷ്യ എന്ന നാമധേയത്തിലേക്ക് മാറ്റപ്പെട്ടു. തലസ്ഥാനം ഭുവനേശ്വർ. പ്രധാന ഭാഷ ഒഡിയ, സന്താളി. പ്രധാന നദികൾ മഹാനദി, ബ്രാഹ്മണി, വൈതരണി. നമുക്ക് ഒഡീഷയിലെ ഒരു പിന്നോക്ക ജില്ലയായ കലഹണ്ഡി എന്ന ജില്ലയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് കലഹണ്ഡി ജില്ലയിലേക്ക് ഒന്ന് പോയി വരാം. മനസ്സാണല്ലോ സഞ്ചരിക്കുന്നത്, പെട്ടെന്ന് മടങ്ങിയെത്താം. ആ കാണുന്നത് ദാനാമാജിയുടെ വീടാണ്. വീടെന്നോ ചോപ്രയെന്നോ കുടിലെന്നോ എന്ത് വേണോ പറയാം. കൃത്യമായി അളന്നെടുത്താൽ 10-15 അടി നീളവും 10 അടി വീതിയും കഷ്ടിച്ചു വരും. മേൽക്കൂര കാട്ടുകമ്പ് കൊണ്ടും കാട്ടുപുല്ലുകൊണ്ടും നിർമ്മിച്ച മേൽക്കൂര. ചുവരും അങ്ങനെ തന്നെ കാട്ടുകമ്പും കാട്ടുപുല്ലും കൊണ്ട് നിർമ്മിച്ച മറ. അടുപ്പ് കൂട്ടുന്ന സ്ഥലത്ത് ചെറിയ മണ്ണ് കൊണ്ട് ഒരു ചുവര് കെട്ടിയിട്ടുണ്ട്. 5-6 മൺപാത്രങ്ങളും 2-3 പ്ലാസ്റ്റിക് കുടങ്ങളും വെള്ളം ശേഖരിക്കുവാൻ ഒരു പ്ലാസ്റ്റിക് പാത്രവും ഒക്കെ തന്നെയാണ് ആ കുടുംബത്തിൻ്റെ കിച്ചൻ്റെ ഉൽപ്പന്നങ്ങൾ.
താനാ മാജിക്കും ഭാര്യ അമങ്കോ മാജിക്കും 3 പെൺമക്കൾ. മൂത്തവൾ ചാന്ദിനി, രണ്ടാമത്തത് സോണിയ, മൂന്നാമത്തത് പ്രമീള. ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. 10-20 കിലോമീറ്റർ അകലെയുള്ള വനത്തിൽ വിറക് ശേഖരിക്കലാണ് ഇവരുടെ ജോലി. വനത്തിൽ പോയി മുൾച്ചെടികളുടെ മുള്ള് വെട്ടിക്കളഞ്ഞ് അത് വരിഞ്ഞ് കെട്ടിയെടുത്ത് കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അന്നത്തെ അന്നത്തിനുള്ള വക കിട്ടും. അത് ഉരളിലിട്ട് ഇടിച്ച് 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 പാറ്റിപ്പറക്കിയെടുത്ത് വേവിച്ച് 2 ഉള്ളിയോ മുളകോ ചേർത്തൊരു ചമ്മന്തിയും ഒക്കെ ആകുമ്പോൾ മൃഷ്ടാന്നമായി ആ കുടുംബത്തിന്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പറയും, പ്രാർത്ഥിച്ചുറങ്ങണം. എത്ര സന്തോഷമാണുല്ലാസരാവുകൾ, അന്നം നിറഞ്ഞല്ലോ തൃപ്തിയായി. എത്ര സന്തോഷമാണുല്ലാസരാവുകൾ, അന്നം നിറഞ്ഞല്ലോ തൃപ്തിയായി. നാളത്തെ അന്നത്തിനു ഭഗവാൻ വരുത്തല്ലേ തമ്പുരാനെ. നാളത്തെ അന്നത്തിനു ഭഗവാൻ വിഘ്നം വരുത്തല്ലേ തമ്പുരാനെ. കൈതൊഴാം ദേവാ കൈതൊഴാം, കൈതൊഴാം ദേവാ കൈതൊഴാം. പ്രഭാത കിരണങ്ങൾ എത്തുന്നതിന് മുമ്പേ താനാ മാജിയും അമങ്കോ മാജിയും മുൾച്ചെടിക്കാടുകൾ തേടിയിറങ്ങും. വൈകുന്നേരമാകുമ്പോൾ കടയിൽ കൊണ്ടുപോയി ഈ വിറക് കൊടുത്തു എത്തും. സൂര്യൻ കിഴക്കുദിക്കാനും പടിഞ്ഞാറസ്തമിക്കാനും മറക്കാറില്ലല്ലോ. വീട്ടിലെ കുഞ്ഞുങ്ങൾ മാടത്തിനു ചുറ്റും കളിച്ചിരിക്കും. കണ്ണുപത്തി കളിച്ചവർ കിന്നാരം ചൊല്ലി ചൊല്ലി മണ്ണപ്പൻ ചുട്ടവർ കളിച്ചിരിക്കും. കണ്ണുപത്തി കളിച്ചവർ കിന്നാരം ചൊല്ലി ചൊല്ലി മണ്ണപ്പൻ ചുട്ടവർ കളിച്ചിരിക്കും. മധ്യാഹ്ന സൂര്യന്റെ കത്തുന്ന ചൂടേറ്റ് മാടത്തണലിൽ തളർന്നിരിക്കും. മധ്യാഹ്ന സൂര്യന്റെ കത്തുന്ന ചൂടേറ്റ് മാടത്തിൻ തണലിൽ തളർന്നിരിക്കും. വയർവിളി പതിയെ ഉയരുമ്പോൾ പരസ്പരം കലഹിക്കും, ചണ്ട കൂടും. വിശപ്പിന്റെ വയർവിളി പതിയെ ഉയരുമ്പോൾ പരസ്പരം കലഹിക്കും, ചണ്ട കൂടും. താനേ നശിക്കുന്ന വിശപ്പിന്റെ താളത്തിൽ നാടൻ പാട്ടിന്റെ ശീലുകൾ ചൊല്ലിത്തീർക്കും. താനേ നശിക്കുന്ന വിശപ്പിന്റെ താളങ്ങൾ നാടൻ പാട്ടിന്റെ ശീലുകൾ ചൊല്ലിത്തീർക്കും. കൃത്യമായി ജോലിക്ക് പോവുകയും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വിറകുമായി എത്തുമ്പോൾ കടമുതലാളി വളരെ മോശമായി അവരോട് സംസാരിക്കുന്നു. കൂടെയുള്ളവരുടെ മുഖത്ത് മ്ലാനത. എന്തെന്ന് ചോദിച്ചാൽ മുതലാളി പറഞ്ഞു, വിറക് ഇതിനി വേണ്ട, ഒരാഴ്ചത്തേക്ക് വിറക് വേണ്ട, ചരക്ക് നീങ്ങുന്നില്ല, തൊഴിലാളികളുടെ വരവും കൂടുന്നു, അതുകൊണ്ട് വിറക് വേണ്ട, വേണമെങ്കിലുള്ള വച്ചിട്ട് പൊയ്ക്കോ. താനാ മാജി മുതലാളിയോട് പറഞ്ഞു, മുതലാളി സ്ഥിരമായി കൊണ്ടുവരുന്നവരല്ലേ, അന്നത്തിനു വേണ്ടി എന്തെങ്കിലും തരണം. കടമുതലാളി ആക്രോശിച്ചു, സ്ഥിരമായി കൊണ്ടുവരുന്നവൻ അവകാശമായി അല്ലേ ആയിഷയിലെ അത്രുമാൻ അലറുന്നത് പോലെ ഒഡീഷ്യ അത്രുമാൻ
തന്റെ കത്തി കയ്യിലെടുത്തു. കൂടെയുള്ളവരെ വരണ്ട മുഖവുമായി രണ്ടാളും മെല്ലെ നടന്നു. കണ്ണുനീർ വറ്റി വരണ്ട മുഖവുമായി രണ്ടാളും മെല്ലെ നടന്നു. വീട്ടിലെ കുഞ്ഞുങ്ങൾ കിഴിനട്ടു നിന്നു. കാലോർത്തു കാൽ ശബ്ദം കേൾക്കുവാനായി വീട്ടിലെ കുഞ്ഞുങ്ങൾ മിഴിനട്ടു നിന്നു. കാതോർത്തു കാൽ ശബ്ദം കേൾക്കുവാനായി. കാതോർത്തു കാൽ ശബ്ദം കേൾക്കുവാനായി. എല്ലാ വൈകുന്നേരവും അച്ഛനും അമ്മയും വരുമ്പോൾ കിഴിക്കെട്ടുകൾ കൂടെ ഒരു ചെറിയ പലഹാരപ്പൊതി കരുതിയിരിക്കും. കുഞ്ഞുങ്ങൾ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഓടി അച്ഛനും അമ്മയുടെ അടുത്തെത്തും. ആദ്യം എത്തുന്നവരുടെ കയ്യിൽ പലഹാരപ്പൊതി കൊടുക്കും. 3 കുട്ടികളും അത് പങ്കിട്ട് കഴിക്കുക പതിവാണ്. ഇന്ന് പലഹാരപ്പൊതിയില്ല, ധാന്യക്കൂട്ടുമില്ല. അച്ഛനും അമ്മയും വിഷമിച്ചു. കുട്ടികൾ തമ്മിൽ കലഹിച്ചു. സോണിയ ഇളയ പ്രമീളയെ കുറ്റപ്പെടുത്തി. ഈ കൊമ്പല്ലി നീർത്തം വന്നപ്പോഴേ അറിയാം ഇന്നിങ്ങനെ സംഭവിക്കൂ എന്ന്. കുറ്റപ്പെടുത്തുക മാത്രമല്ല, ദുശകുനക്കാരി എന്നും ആക്ഷേപിച്ചു. പക്ഷേ പ്രമീള മറ്റുള്ളവരെ തോൽപ്പിച്ചു. നേരത്തെ അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന ധാന്യക്കൂട്ട് കുത്തി ഉമികളഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ പൊടിയും പൊട്ടും എല്ലാം കൂടി പേപ്പറുകളിലും ഇലയിലുമൊക്കെ അങ്ങിങ്ങായി ആ ചുവരുകളിൽ പൊതിഞ്ഞു വച്ചിരുന്നത്, പുൽച്ചുമരിൽ പൊതിഞ്ഞു വച്ചിരുന്നത് എല്ലാം കൂടി നുള്ളിപ്പുറക്കി അമ്മയെ ഏൽപ്പിച്ചു. 1.5 നാഴി ഉമിയും പൊടിയും ഒക്കെ കിട്ടി. അത് കിഴിക്കെട്ടി വെള്ളത്തിലിട്ട് വേവിച്ചു. അത് പുഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് കിട്ടിയ ദ്രാവകം ഉപ്പ് ചേർത്ത് കുടിച്ചു. വിശപ്പിന് ചെറിയ ആശ്വാസമായി, ശമനമായി. ഗ്രാമത്തിൽ മൊത്തം പട്ടിണി തന്നെയാണ്. കഷ്ടപ്പാടും ദുരിതവും പേറിയുന്ന ഗ്രാമീണ ജനത. പെട്ടെന്ന് ആ ഗ്രാമത്തിൽ കാട്ടുതീ പോലൊരു വാർത്ത പരന്നു. അത് മറ്റൊന്നുമല്ല, അകലെയുള്ള മുളങ്കാടുകൾ പൂത്തു. മുളപൂത്തു കാടു കരിഞ്ഞു, മുളപൂത്തു കാടു കരിഞ്ഞു, മുളവിത്തു താഴെ പതിച്ചു. മുളപൂത്തു കാടു കരിഞ്ഞു, മുളവിത്തു താഴെ പതിച്ചു. പറന്ന മുടിയും പിന്നെ കീറത്തുണിയും അണിഞ്ഞ് ഗ്രാമീണരെല്ലാം കാട്ടിലെത്തും, ഗ്രാമീണർ കൂട്ടമായി കാട്ടിലെത്തും. ഈ മുളവിത്ത് പറ്റിപ്പറക്കിയെടുത്ത് ഉരളിൽ ഇടിച്ച് കഞ്ഞിവയ്ക്കും. ആ ഗ്രാമീണർ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസത്തിന്റെ കിരണങ്ങളായിരുന്നു. ആരും കൊതിക്കുന്ന സൗഹൃദമേളകൾ, പട്ടിണി മാറിയ കുഞ്ഞുങ്ങൾ. ആരും കൊതിക്കുന്ന സൗഹൃദമേളകൾ, പട്ടിണി മാറിയ കുഞ്ഞുങ്ങൾ. കൂട്ടരോടൊത്തവർ തുള്ളിക്കളിക്കുന്ന കാഴ്ച കണ്ടു, തുള്ളിക്കളിക്കുന്ന കാഴ്ച കണ്ടു. ആ പട്ടിണി ദമ്പതികൾ സന്തോഷിക്കും, ആ പട്ടിണി ദമ്പതികൾ സന്തോഷിക്കും, ആ പട്ടിണി ദമ്പതികൾ സന്തോഷിക്കും. പക്ഷേ ആ പട്ടിണി കുടുംബത്തിന് ഈ സന്തോഷം നീണ്ടു നിന്നില്ല. വീണ്ടും വിധി അവരുടെ മേൽ ക്രൂരതകൾ തുടങ്ങി. അമങ്കോ മാജിക്ക് കലശലായ പനിയും ചുമയും പിടിച്ചു.
നാട്ടു ചികിത്സയൊക്കെ ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. ധാനാമാജിയും മൂത്തമകൾ ചാന്ദിനിയും അമ്മയെ കൂട്ടി അകലെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. സാമാന്യം നല്ല നിലവാരം പുലർത്തുന്ന നമ്മുടെ രാജ്യത്ത് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ പിന്നോക്ക സംസ്ഥാനമായ പിന്നോക്ക ജില്ലയിലെ ആശുപത്രിയുടെ സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കടമ്പകളേറെ കടന്നുകേറി പിഷക്കുരൻ സാറിന്റെ മുന്നിലെത്തി. കടം വാങ്ങി കരുതിയ ധനത്തിൽ നിന്നു ഒരു വീതമയക്കായി കാഴ്ച വച്ചു. കടം വാങ്ങി കരുതിയ ധനത്തിൽ നിന്നും ഒരു വീതമയക്കായി കാഴ്ച വച്ചു. പരിശോധനകൾ പലതും കുറിച്ചു. പരിശോധന ഫലം വന്നപ്പോൾ അച്ഛനും മകളും ഞെട്ടിപ്പോയി. അച്ഛനും മകളും ഞെട്ടിപ്പോയി. യാതൊരു മയവുമില്ലാത്ത ഒഡീഷ ഡോക്ടർ രോഗിയോട് പറഞ്ഞു, അതൊരു ഗർജനമായിരുന്നു, ക്ഷയരോഗമാണ്, ഇവിടെ ചികിത്സയില്ല. അതിന് ക്ഷയരോഗാശുപത്രിയിലേക്ക് പോയിക്കോ, വേണമെങ്കിൽ ചീട്ട് തരാം. ഒന്നും പറയാൻ കഴിയാതൊട്ടു നേരം നിശബ്ദരായി ആലംബഹീനരായി തരിച്ചു നിന്നു. അച്ഛൻ വിതുമ്പിയില്ല, അമ്മ കരഞ്ഞില്ല, പൊന്മകൾ തേങ്ങലടക്കി നിന്നു. അച്ഛൻ വിതുമ്പിയില്ല, അമ്മ കരഞ്ഞില്ല, പൊന്മകൾ തേങ്ങലടക്കി നില്ല. പൊന്മകൾ തേങ്ങലടക്കില്ല. എന്താണ് മാർഗം? സഹായിക്കുവാൻ ആരുമില്ല, കാശ് കയ്യിലില്ല. ആശുപത്രി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. മുൾച്ചെടിക്കാടും കുടിലുമല്ലാതെ മറ്റൊരു സ്ഥലത്തും പോയിട്ടില്ലാത്ത ധാനാമാജി പലരോടും സഹായങ്ങൾ അഭ്യർത്ഥിച്ചു. ആരും സഹായിച്ചില്ല. ബാക്കി കരുതിയിരുന്ന പൈസയിൽ ഒരു ഭാഗം വീണ്ടും ആ ഡോക്ടർക്ക് കൊടുത്തപ്പോൾ, ഡോക്ടർക്കും നഴ്സിനും കൊടുത്തപ്പോൾ, ആ ആശുപത്രി വരാന്തയിൽ തൽക്കാലം കഴിയുവാനുള്ള അനുവാദം കൊടുത്തു. അമംഗോമാജിയുടെ പനി കൂടിക്കൊണ്ടേയിരുന്നു, ചുമ കൂടിക്കൊണ്ടേയിരുന്നു. മകൾ അമ്മയെ സഹായിക്കുവാൻ ആശുപത്രിയിൽ ഡോക്ടർമാരടുത്തും നഴ്സുമാരടുത്തുമൊക്കെ ഗുളിക വാങ്ങുവാനും മറ്റും നടന്നു. ആരും ശ്രദ്ധിച്ചില്ല, കൊടുത്തില്ല. സുഹൃത്തുക്കളെ, അമംഗോമാജിയുടെ അസുഖം കലശലായി കൂടി. അമംഗോമാജി ധാനാമാജിയുടെ മടിയിൽ തല വച്ചു. ഇല്ല, ഇനി നീട്ടമില്ല, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും. ധാനാമാജിയുടെ മടിയിൽ തല ചായ്ച്ച് അമംഗോമാജി അന്തരിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അച്ഛനും മകളും വിറങ്ങലിച്ചു നിന്നു. ആരും സഹായത്തിനില്ല. പലരോട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. നിരവധി മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ ആശുപത്രിയുടെ ചുമരിൽ ഇവരുടെ ശബ്ദവും പ്രതിധ്വനിച്ചു. ആരോരും കേട്ടല്ല ദീനശബ്ദം, ആരോരും ശ്രവിച്ചാത്ത തേങ്ങലുകൾ, ആരോരും കേട്ടില്ല
ദീനശബ്ദം ആരും ശ്രവിക്കാത്ത തേങ്ങലുകൾ അമ്മതൻ ചേതന അറ്റദേഹം പൊന്മകൾ നോക്കി കരഞ്ഞിരുന്നു. അമ്മതൻ ചേതന അറ്റദേഹം പൊന്മകൾ നോക്കി കരഞ്ഞിരുന്നു. ആരോരും കേട്ടല്ല ദീനശബ്ദം ആരും ശ്രവിക്കാത്ത തേങ്ങലുകൾ. മൃതശരീരം എന്ത് ചെയ്യാനാണ്? പലരോടും സഹായം അഭ്യർത്ഥിച്ചു. ധാനാമാജി അമ്മയ്ക്കുണ്ടായിരുന്ന പുതപ്പിൻ കഷണങ്ങളും പേപ്പർ കഷണങ്ങളും കരിയിലകളുമെല്ലാം വാരിക്കൂട്ടി ആ മൃതശരീരം വിറക് വരിഞ്ഞു കെട്ടുന്നത് പോലെ വരിഞ്ഞു കെട്ടി. മൃതശരീരവും തോളിലേറ്റി ഗേറ്റിലെത്തുമ്പോൾ അവിടെയും അതാ തടസ്സവാദം. സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന വാച്ച്മാൻ അലറി. എന്തോന്നടാ, ആരും കാണാതെ ആശുപത്രിയിൽ നിന്ന് സാധനങ്ങൾ അടിച്ചോണ്ട് പോവുകയാണോ? ഭാര്യയുടെ മൃതശരീരമാണെന്ന് കേണപേക്ഷിച്ചു. കയ്യിൽ വല്ലതും ഉണ്ടാടാ? കയ്യിലൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ പോകാൻ അനുവദിച്ചു. ഭാര്യയുടെ ദേഹവും ചുമന്ന് മകൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചിയിലുണ്ട് കിണ്ണവും ബാക്കിയുണ്ടായിരുന്ന മരുന്നും ഒക്കെ അതിലിട്ടു. അച്ഛന്റെ പിന്നാലെ നടന്നു. വഴിയാത്രക്കാർ പലരും കടന്നുപോയി. അമ്മ തൻ ചേതന താരഞ്ചുമലേറ്റി ദേഹം തളർന്നു നടന്നു. അമ്മ തൻ ദേഹം സാധൻ ചുമലേറ്റി ദേഹം തളർന്നു നടന്നു. കണ്ണുനീർ വരിഞ്ഞു നനഞ്ഞ മുഖവുമായി പൊന്മകൾ കൂടെ നടന്നു. കണ്ണുനീർ വീണു നനഞ്ഞ മുഖവുമായി പൊന്മകൾ കൂടെ നടന്നു. പ്രാർത്ഥന ചൊല്ലി നടന്നു. പ്രാർത്ഥന ചൊല്ലി നടന്നു. ശക്തി നൽകണമേ ജഗദീശ്വര, ശക്തി നൽകണമേ ജഗദീശ്വര. മധ്യാഹ്ന സൂര്യൻ കത്തിജ്വലിക്കാൻ തുടങ്ങി. മൃതശരീരം ചുമന്നുപോയ ധാനാമാജിയുടെ കാലുകൾ ഇടറി. ദേഹം മുറച്ചു. മൃതശരീരം താഴെ വച്ചു. മകളെ, ശാന്തിനി മകളെ, ഇനി എത്ര ദൂരമുണ്ടെന്ന് അറിയില്ല. നമുക്ക് അമ്മയെ ഇവിടെ ഉപേക്ഷിക്കാം. തേങ്ങലടക്കാൻ കഴിയാതെ പൊന്മകൾ തൻ പ്രിയ താതനോടോതി. അമ്മ തൻ അന്ത്യ വചനങ്ങൾ താതൻ തൻ ഓർമ്മയിലെന്തേ മറന്നോ? അമ്മ തൻ അന്ത്യ വചനങ്ങൾ താതൻ തൻ ഓർമ്മയിലെന്തേ മറന്നോ? ഓർമ്മയിലെന്തേ മറന്നോ? അച്ഛാ, അച്ഛാ, ഞാനും കൂടി അമ്മയുടെ മൃതശരീരം ചുമക്കാം. അച്ഛാ, ഞാനും കൂടി ചുമക്കാം.
അച്ഛനും മകളും കൂടി മൃതശരീരം തോളിലേറ്റി വീണ്ടും പ്രയാണം തുടർന്നു. വേച്ച് മുന്നോട്ട് നീങ്ങിയ ശവയാത്ര പെട്ടെന്ന് അതുവഴി ഒരു പ്രാദേശിക ചാനലുകാരുടെ വണ്ടി വന്നു. പ്രാദേശിക ചാനലുകാരുടെ ശ്രദ്ധയിൽ അച്ഛനും മകളും കൂടി മൃതശരീരം ചുമന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് അന്നത്തെ വാർത്തയായി. എന്തായാലും ആ പ്രാദേശിക ചാനലുകാർ ഈ മൃതശരീരവും ചുമന്നു കൊണ്ടുപോകുന്നത് അവരുടെ ക്യാമറയിൽ പകർത്തി. ക്യാമറയിൽ പകർത്തുന്നത് കണ്ടപ്പോൾ അതുവഴി പോയവരുമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കാനെത്തി. ചുണ്ടലി കണ്ണാടി വയ്ക്കുന്നത് പോലെ ക്യാമറ കണ്ണുകളിലേക്ക് അവരുടെ തല നീട്ടുന്നു. കാര്യം തങ്ങൾ കൂടെ ക്യാമറയിൽ വരട്ടെ എന്ന ചിന്തയായിരിക്കാം. ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അച്ഛനും മകളും മൃതശരീരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി റിസർവ് വനമാണ്. ഈ റിസർവ് വനത്തിലൂടെ പോകുന്നത് എളുപ്പമാണെന്ന് ആരോ പറഞ്ഞു. റിസർവ് വനത്തിലെത്തിയപ്പോൾ വനപാലകർ ഈ ശവയാത്ര തടഞ്ഞു. എന്താണാ നിന്റെ കെട്ടിൽ? കഞ്ചാവാണോ? ചന്ദനം കെട്ടോണ്ട് പോവുകയാണോ? അല്ല, തൻ്റെ ഭാര്യയുടെ മൃതശരീരമാണെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ അനുവദിച്ചെങ്കിലും ഛന്നം ചിഹ്നം മഴ പെയ്തു. മൃതശരീരം നനഞ്ഞു. മൃതശരീരം താഴെ ഇറക്കി അച്ഛനും മകളും മൃതശരീരത്തിന് കാവലായി ഇരുന്നു. അലിവ് തോന്നിയ പ്രാദേശിക ചാനലുകാർ ആംബുലൻസ് പിടിക്കാൻ പോയി. ആംബുലൻസ് തിരക്കിപ്പോയി. പെട്ടെന്ന് അതുവഴി ഒരു കോഴിവണ്ടി പാഞ്ഞു വന്നു. വനപാലകർ ആ കോഴിവണ്ടിയെ തടഞ്ഞു നിർത്തി. ഈ മൃതശരീരം കൂടി അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകാൻ പറഞ്ഞു. മൃതശരീരം കോഴിവണ്ടിയിൽ കയറ്റി. കോഴിവണ്ടി മൃതശരീരവുമായി പാഞ്ഞു. പ്രാദേശിക ചാനലുകാർ ആംബുലൻസുമായി എത്തിയപ്പോൾ കോഴിവണ്ടി മൃതശരീരവും കൊണ്ട് പൊയ്ക്കഴിഞ്ഞു. നിലവിളി ശബ്ദത്തിൽ സൈറൻ മുഴക്കി. നിലവിളി ശബ്ദത്തിൽ സൈറൻ മുഴക്കി. എന്നും തിളങ്ങുന്ന കിരണം കറങ്ങി. പിന്നാലെ പാഞ്ഞവർ മുന്നിലെത്തി. ചക്രം കറങ്ങുന്ന കോഴിവണ്ടിതൻ പിന്നാലെ പാഞ്ഞവർ മുന്നിലെത്തി. പിന്നാലെ പാഞ്ഞ ആംബുലൻസ് കോഴിവണ്ടിയുടെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ആ മൃതശരീരം ആംബുലൻസിൽ കയറ്റി. പിന്നെയുള്ള നിമിഷങ്ങൾ അവർക്ക് ആശ്വാസമായി. പിന്നുള്ള നിമിഷങ്ങൾ ആ രണ്ടുപേർക്കും ആശ്വാസ കിരണങ്ങളായി. പിന്നുള്ള നിമിഷങ്ങൾ ആ രണ്ടുപേർക്കും ആശ്വാസ കിരണങ്ങളായി. ചേതനയറ്റ അമ്മയ്ക്കു കാവലായി തേങ്ങലക്കിയിരുന്നു. ചേതനയറ്റ അമ്മയ്ക്കു കാവലായി തേങ്ങലടക്കിയിരുന്നു. തേങ്ങലടക്കിയിരുന്നു. ആംബുലൻസ് എത്തുന്നിടത്ത് നിന്ന് പിന്നെയും 2-4 കിലോമീറ്ററുകൾ പദയാത്രയായി പോകണം. അച്ഛനും മകളും വീണ്ടും മൃതശരീരം തോളിലേറ്റി അവരുടെ കുടിലെത്തി. 2 മക്കളും അമ്മയുടെ മൃതശരീരവും വഹിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കണ്ട് അമ്മയെ കാണുവാൻ ഓടിയെത്തി. നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. കൂട്ടക്കരച്ചിലുയർന്നു. ആരോരുമില്ലാതെ, ആരവമില്ലാതെ അമങ്കോ മാജിയുടെ മൃതശരീരം ആ കുടിലിന് സമീപം
മറവ് ചെയ്തു. പിറ്റേന്ന് ഈ സംഭവത്തിന്റെ ഗതിയാകെ മാറി. പ്രാദേശിക ചാനലുകൾ പിടിച്ച വാർത്ത ചാനലിൽ വരികയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾ ഇത് ഏറ്റെടുത്തു. ഇന്ത്യയിൽ മാത്രമല്ല, CNN തുടങ്ങിയ, അൽ ജസീറ തുടങ്ങിയ, BBC തുടങ്ങിയ ചാനലുകാരും ഈ ദയനീയ യാത്ര, അച്ഛനും മകളും കൂടി ശവശരീരം ചുമന്നു പോകുന്ന കാഴ്ച പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ ഭരണകൂടം ലജ്ജിച്ച് തലതാഴ്ത്തി. ഒറീസ മുഖ്യമന്ത്രി അപ്പോഴാണ് സംഭവം അറിയുന്നത്. ബഹ്റിൻ രാജാവ് 92.5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്തു. അതുമാത്രമല്ല, ഇവരെ ബഹ്റിനിലേക്ക് വിളിക്കുകയും ചെയ്തു. ബഹ്റിനിലെത്തുവാൻ അതുവരെ കാറിൽ പോലും കയറിയിട്ടില്ലാത്ത ദാനാമാജിക്ക് ഇതൊന്നും ഒരു കാരണമേ ആയിരുന്നില്ല. സഹായപ്രവാഹം നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒഡീഷയ്ക്കൊരു പ്രേമകുടീരം എന്ന കഥ ഇങ്ങനെ അവസാനിക്കുമ്പോൾ ആരോരും കേട്ടില്ല ശബ്ദം, ആരും ശ്രമിക്കാത്ത തേങ്ങലുകൾ. ആരോരും കേട്ടില്ല ദീനശബ്ദം, ആരും ശ്രമിക്കാത്ത തേങ്ങലുകൾ. അമ്മതൻ ചേതന അച്ഛദേഹം പൊന്മകൾ നോക്കി കരഞ്ഞിരുന്നു. അമ്മതൻ ചേതന അച്ഛദേഹം പൊന്മകൾ നോക്കി കരഞ്ഞിരുന്നു. പൊന്മകൾ നോക്കി കരഞ്ഞിരുന്നു. കാതികഞ്ഞക്കാട് ശശി സംഘവും അവതരിപ്പിക്കുന്ന ഈ ചെറു കഥാപ്രസംഗം നിങ്ങളുടെ ഏവരുടെയും മനോദത്തോടുകൂടി ഇങ്ങനെ അവസാനിപ്പിക്കുന്നു.